ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി ഒരു വൻ ലീഡിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഫലസൂചനകൾ പ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം അനിൽ ആന്റണി ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ ഫലം കാണുന്നത്? ബി.ജെ.പി ഭരണം ഉറപ്പിച്ചോ? ഇപ്പം 3-4 റൗണ്ടുകൾ കൗണ്ടിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏകദേശം 45 സീറ്റുകളിൽ നിന്ന് 36 ഹാഫ് എ മാർക്കല്ല, 45 സീറ്റിൽ ഇപ്പോൾ ലീഡുണ്ട്. കൗണ്ടിങ് കഴിയുമ്പോഴത്തേനും ഇതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പ്രതീക്ഷിച്ച വിജയമാണ്. എന്താണ് ഈ ഇത്രയും ഒരു നല്ലൊരു വിജയത്തിലേക്ക് ബി.ജെ.പിയെ കൊണ്ടെത്തിച്ച ഘടകമെന്ന് അങ്ങ് കരുതുന്നു? ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും ഇന്നിപ്പം ഡൽഹിയിലും ഇപ്പം 27 വർഷത്തിന് ശേഷമാണെന്ന് ഇവിടെ ബി.ജെ.പി വിജയിക്കാൻ പോകുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമാണ് ഡൽഹിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിനെല്ലാം കാരണം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇന്ന് നല്ല ഗവൺമെൻറ്, ഗുഡ് ഗവർണൻസ്, എല്ലാവർക്കും ഡബിൾ എഞ്ചിൻ ഗ്രോത്ത്, എല്ലാവർക്കും ഡബിൾ എഞ്ചിൻ സർക്കാരുകളെന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാവർക്കും കാര്യം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അടുത്ത 5 വർഷം നല്ല സുസ്ഥിരമായ ഒരു ഭരണം തന്നെയാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നല്ല രീതിയിൽ ഗവൺമെൻറ് പ്രോജക്റ്റുകളെല്ലാം താഴെത്തലത്തിലെല്ലാം നടപ്പാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരുകളും ബി.ജെ.പി വരുന്നത് നല്ലതാണെന്ന്. കോൺഗ്രസ് ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചത് ബി.ജെ.പിക്ക് ഗുണം ചെയ്തു. ശക്തമായ മത്സരം ഇവിടെ സിംഗിൾ ഡിജിറ്റ് വോട്ടും 15 വർഷം ഡൽഹി ഭരിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. എന്നിട്ട് ഇപ്പോഴും സിംഗിൾ ഡിജിറ്റ് വോട്ടും ഇപ്പോഴും ഒരു സീറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ശക്തമായ മത്സരമൊന്നുമല്ല. ഇത് കോൺഗ്രസ് ഇവിടെ തകർന്നടിയുകയാണ് ചെയ്തത്. ഇത് ബി.ജെ.പിയുടെ വിജയമാണ്, ശ്രീ നരേന്ദ്രമോദിജിയുടെ വിജയമാണ്. ഇത് ഇനിയും വരുന്ന നാളുകളിൽ പല സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി നന്നായിട്ട് വിജയിക്കും. ഇവിടെ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും നമ്മുടെ പ്രവർത്തകരുടെയും നമ്മുടെ നേതൃത്വത്തിൻ്റെയും വിജയമാണ്. അരവിന്ദ് കെജ്രിവാളിനെ മാത്രമല്ല രാഹുൽ ഗാന്ധിയും ജനം തിരസ്കരിച്ചു വന്നു. ഇവിടെ കോൺഗ്രസ് കോൺടസ്റ്റ് പോലും ഇല്ലായിരുന്നു. ഇവിടെ ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും തമ്മിലുള്ളൊരു മത്സരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയം നമുക്ക് ലഭിച്ചു. വളരെയധികം നന്ദി.